കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിലെ പ്രധാന കണ്ണി പിടിയിലായിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നു. പൂർവ്വ വിദ്യാർത്ഥിയായ ആഷിഖാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അതായത് ഈ സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രധാന കണ്ണി പിടിയിലായിരിക്കുന്നു. പൂർവ്വ വിദ്യാർത്ഥി ആഷിഖാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. വിവരങ്ങളുമായി അമൽ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അമല്, വളരെ പ്രധാനപ്പെട്ട വാർത്ത എത്തുന്നു. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ ഈ കഞ്ചാവ് അങ്ങോട്ടേക്ക് എത്തിക്കുന്ന പ്രധാന കണ്ണി പിടിയിലായിരിക്കുന്നു എന്നതാണ്. ആഷിഖ് എന്ന പേരാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. പോലീസ് വിശദീകരിക്കുന്നത് എന്താണ്? മനു, മുന്നേ തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പോലീസിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ മുഖ്യ സൂത്രധാരനിലേക്കാണ് അന്വേഷണം നീളുന്നത് എന്ന്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിച്ചിരുന്നു. ഇത്തരത്തിൽ പൂർവ്വ വിദ്യാർത്ഥിയെ കഴിഞ്ഞ ദിവസം തന്നെ ട്രാക്ക് ചെയ്തു എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ ഇതിലെ മുഖ്യ സൂത്രധാരനായ ആഷിഖിനെ പിടികൂടുവാൻ വേണ്ടി സാധിച്ചത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ ഈ ക്യാമ്പസിനകത്ത് ആഷിഖിന്റെ നേതൃത്വത്തിൽ ഈ കഞ്ചാവ് വിതരണം ചെയ്തിരുന്നു എന്നാണ് നിലവിൽ പോലീസിൽ നിന്നും മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അദ്ദേഹത്തെ പിടികൂടിയത്. ഇത്തരത്തിൽ ഈ ആകാശുമായി ഇദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി നല്ല ബന്ധത്തിലായിരുന്നു. ആകാശിന് ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ കഞ്ചാവ് ഈ ആഷിഖിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നു. ഈ കഞ്ചാവാണ് ആകാശ് പിന്നീട് ഇത്തരത്തിൽ വിവിധ പാക്കറ്റുകളാക്കി ഈ ക്യാമ്പസിനകത്തുള്ള വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയ ആ 2 കിലോ എന്നാണ് നമുക്കിപ്പോൾ നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത്. അതോടൊപ്പം തന്നെ വലിയ ഓഫറിലായിരുന്നു ഈ കഞ്ചാവ് ഈ ക്യാമ്പസിനകത്ത് നൽകിയതെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നു. അതായത് ഈ കഞ്ചാവ് ക്യാമ്പസിൽ എത്തുന്നതിന് മുമ്പ് ഒരു തുക നൽകുകയാണെങ്കിൽ വളരെ ചെറിയ ഒരു തുക മാത്രം ആകാശിന് കൈമാറിയാൽ മതി. എന്നാൽ പിന്നീട് ഈ കഞ്ചാവ് ക്യാമ്പസിനകത്ത് എത്തിയതിനു ശേഷം വിദ്യാർത്ഥികൾ തുക നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയോളം തുക നൽകി വിദ്യാർത്ഥികൾ ഈ കഞ്ചാവ് വാങ്ങണം. അത്തരത്തിൽ വലിയ ഓഫറുകൾ ഈ കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിനകത്ത് ആകാശും ഒപ്പം തന്നെ ആഷിഖും നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ആകാശിനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഈ ആഷിഖിലേക്ക് അന്വേഷണം നീണ്ടുപോയിരുന്നത്. പിന്നെ ആഷിഖിനെ ഇപ്പോൾ എവിടെ നിന്നാണ് പിടികൂടിയിരിക്കുന്നത്? ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പോൾ KSU പ്രവർത്തകരാണല്ലോ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, ആ രീതിയിൽ KSUമായോ മറ്റോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ? പോലീസ് അതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരിക്കുന്നുണ്ടോ? മനു, തീർച്ചയായും അത്തരം അന്വേഷണങ്ങളിലേക്കാണ് ഇനി നീളുന്നത്. അതായത് വിദ്യാർത്ഥി സംഘടനയുമായി ആഷിഖിൻ്റെ ബന്ധം എന്താണ്? മുന്നേ തന്നെ ഇദ്ദേഹം ഈ ക്യാമ്പസിനകത്ത് പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഇദ്ദേഹം പാസ് ഔട്ടായി പോയതായിരുന്നു. അന്ന് സംഘടനാ രാഷ്ട്രീയത്തിൽ, അതായത് KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ച വ്യക്തിയാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ബന്ധം തന്നെയായിരുന്നു ആകാശും ആഷിഖും തമ്മിലുണ്ടായിരുന്നത്. ആ ബന്ധത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഈ കഞ്ചാവ് ആകാശിനെ കൈമാറിയിരുന്നത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകൾ ഇത്തരത്തിൽ ഈ ആഷിഖിന്റെ നേതൃത്വത്തിൽ ക്യാമ്പസിനകത്ത് ഇത്തരത്തിൽ ഈ കഞ്ചാവ് നൽകിയിട്ടുണ്ടായിരുന്നു. വ്യാഴാഴ്ച രാത്രി 8 മണിയോടുകൂടിയാണ് ഈ ആഷിഖ് ഈ ക്യാമ്പസിനകത്തേക്ക് എത്തുകയും ആകാശിന്റെ മുറിയിലെത്തി ഇത്തരത്തിൽ ഈ കഞ്ചാവ് നൽകുകയും ചെയ്തിരുന്നത്. ഇദ്ദേഹം മുന്നേ തന്നെ ഈ ക്യാമ്പസിനകത്ത് ഈ KSUവിന്റെ ഭാഗമായി പ്രവർത്തിച്ച വ്യക്തിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കളമശ്ശേരി ഭാഗമൊക്കെ ബന്ധപ്പെട്ടാണ് ഈ ആഷിഖ് പ്രവർത്തിക്കുന്നത്. അവിടെ അടക്കം ഇത്തരത്തിൽ ഈ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ഒരു വ്യക്തിയാണ് ഈ ആഷിഖ് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതായത് ഈ ആഷിഖ് എന്ന് പറയുന്നയാള് വലിയൊരു കഞ്ചാവ് വിൽപ്പന സംഘത്തിന്റെ ഭാഗമാണ് എന്ന നിഗമനത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും അല്ലേ? അപ്പോൾ ഇതിനപ്പുറത്തേക്ക് കൂടുതൽ അറസ്റ്റുകളുടെ സാധ്യതയും ഇയാളിൽ നിന്ന് പോലീസ് തേടുന്നുണ്ട്. തീർച്ചയായും ഈ കഞ്ചാവ് വിൽക്കുന്ന ആ ഒരു ശൃംഖലയിലെ ഏറ്റവും മുഖ്യ കണ്ണിയാണ് ആഷിഖ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ അന്വേഷണം ആഷിഖിലേക്ക് മാത്രം ഒതുങ്ങുന്നില്ല. പകരം മറ്റ് നിരവധി പേരിലേക്ക്, അതായത് ആഷിഖിൻ്റെ നേതൃത്വത്തിൽ ഈ എറണാകുളം കേന്ദ്രീകരിച്ച് തന്നെ വിവിധ ഭാഗങ്ങൾ നിരവധി പേർ ഇത്തരത്തിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ ഒരു സംഭവം നടക്കുമ്പോൾ, അതായത് വ്യാഴാഴ്ച രാത്രി 8 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു കഞ്ചാവ് ഈ ആകാശിന് കൈമാറുന്നത്. അന്ന് തന്നെ ഈ എറണാകുളത്ത് വെച്ച് അന്യസംസ്ഥാന തൊഴിലാളികളെ, 4ഓളം അന്യസംസ്ഥാന തൊഴിലാളികളെ ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരുന്നു. ഇത്തരത്തിൽ വിവിധ ആളുകളിലേക്ക് ഈ ഒരു അന്വേഷണം നീളേണ്ടതുണ്ട്. ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ വലിയ തോതിൽ ആഷിഖിന്റെ നേതൃത്വത്തിൽ അടക്കം കഞ്ചാവ് വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ പ്രാഥമികമായ ഒരു പോലീസിന്റെ നിഗമനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ പോളിടെക്നിക്കൽ കോളേജ് ഹോസ്റ്റലിൽ നൽകിയിട്ടുള്ളത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇനി നിരവധി അറസ്റ്റുകളിലേക്ക് നീളും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആഷിഖ് എന്നതിനപ്പുറം കൂടുതൽ പേരുകൾ അല്ലെങ്കിൽ കൂടുതൽ പേർ ഇതിന്റെ ഭാഗമായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ അറസ്റ്റുകൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നും വ്യക്തമാണ് മനു.
ശരി, ഏതായാലും കളമശ്ശേരി കഞ്ചാവ് വേട്ടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി പിടിയിലായിരിക്കുന്നു. ആഷിഖ് എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നീക്കത്തിലൂടെയാണ് പോലീസ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഇയാൾ ഈ ക്യാമ്പസിലോട്ട് കഞ്ചാവ് വിൽക്കുന്ന ആൾ മാത്രമല്ല, ആ കളമശ്ശേരി പ്രദേശത്തെ ഒരു വലിയ കഞ്ചാവ് വിൽപ്പന സംഘത്തിന്റെ ഭാഗമാണ് എന്ന നിഗമനത്തിൽ കൂടിയാണ് അന്വേഷണ സംഘമുള്ളത്. ഇയാളെ മറ്റ് പശ്ചാത്തലങ്ങളിലേക്ക് അടക്കം പോകേണ്ടതുണ്ട്. ഏതായാലും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ രീതിയിൽ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു. ഏതായാലും വളരെ വേഗത്തിൽ തന്നെ പ്രധാന കണ്ണിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടലുകൾ അന്വേഷണം ഉണ്ടാകുന്നു എന്നുറപ്പിക്കാൻ നമുക്ക് ഈ ഘട്ടത്തിൽ. പ്രധാന പ്രതി അല്ലെങ്കിൽ മുഖ്യ കണ്ണി ആഷിഖ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ഇനി അയാൾക്ക് ഈ പറയുന്ന സംഘടനകളൊക്കെയായി, അതായത് KSU ഒക്കെയാണല്ലോ ആരോപണ വിധേയരായി നിൽക്കുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. വരും സമയങ്ങളിൽ അത് പ്രേക്ഷകരുടെ മുൻപിലേക്ക് വളരെ സജീവമായി എത്തിക്കുക തന്നെ ചെയ്യും.